അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ ഈ ക്യാമ്പയിൻ ഇപ്പോൾ മാറിവാനസ് കോളേജിൻ്റെ പരിസരത്തേക്ക് എത്തിയിരിക്കുകയാണ്. മാറിവാനസ് കോളേജ് ക്യാമ്പസിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. റിപ്പോർട്ടറിൻ്റെ യാത്ര തുടരുകയാണ്. വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ഈ വാർത്ത വരുന്ന സമയത്താണ് മറ്റൊരു പോളിടെക്നിക് ഹോസ്റ്റലിൽ 2 കിലോ കഞ്ചാവ് പിടിച്ച വാർത്ത വരുന്നതും. നമ്മളിപ്പോൾ നിൽക്കുന്നത് മാറിവാനസ് കോളേജിലാണ്. കേരളത്തിലെ എണ്ണം പറഞ്ഞ കോളേജുകളിൽ ഒന്നാണ്. 1949 ഈ മാറിവാനസ് കോളേജ് സ്ഥാപിക്കുന്നത്. അന്നത്തെ തിരുവനന്തപുരത്തിൻ്റെ ആദ്യത്തെ ആർച്ച് ബിഷപ്പായിരുന്ന ഗീവർഗീസ് മാർ ഇവാനിയോസ് ആണ് ഈ കോളേജിൻ്റെ സ്ഥാപകൻ. ഇന്ന് ഇന്ത്യയിലെ തന്നെ എണ്ണം പറഞ്ഞ കോളേജുകളിൽ ഒന്നാണ്. ഏകദേശം 50 കോളേജുകൾ, ഇന്ത്യയിലെ തന്നെ മികച്ച കോളേജുകൾ എടുത്താൽ അതിലൊന്ന് ഈ മാർ ഇവാനിയോസ് കോളേജിലാണ്. വളരെ ടാലൻറ്റഡ് ആയിട്ടുള്ള പ്രതിഭകളുള്ള കോളേജാണ് മാർ ഇവാനിയോസ്. മാർ ഇവാനിയോസിൻ്റെ പടികടന്ന് നമ്മൾ എത്തിയിരിക്കുന്നു നമ്മളുടെ വാർ എഗെയിൻസ്റ്റ് ഡ്രഗ്സ്. ഓക്കെ, ഹായ്, ഗുഡ് മോർണിംഗ്. യെസ്. ഓക്കെ, നമ്മുടെ വൈസ് പ്രിൻസിപ്പൽ ഉണ്ട്, സാർമാരൊക്കെ ഉണ്ട്. എനിക്കൊന്ന് ടീച്ചേഴ്സിനെ പോകുന്നു, ആദ്യം കാണാം. യെസ്, വെരി ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് മാം. Good morning. യെസ് സർ, യുവർ നെയിം? Abhilash. Sini. യെസ് അഭിലാഷ് സർ. Politics science. അഭിലാഷ് പൊളിറ്റിക്കൽ സയൻസ് ആണ്. അപ്പോൾ നമ്മുടെ സഹോദര കുടുംബനാണ്. അപ്പോൾ ഞാൻ പൊളിറ്റിക്കൽ സയൻസ് കാര്യപ്പെടുത്ത ക്യാമ്പസിലോ? ക്യാമ്പസിലാണ് പഠിച്ചത് സാർ. ഞാൻ പോയതിന് ശേഷമാണ് ഞാൻ പോയതിന് ശേഷം അതുകൊണ്ട് രക്ഷപ്പെട്ടു. അപ്പോൾ താങ്ക് യു അഭിലാഷ്. അപ്പോൾ താങ്ക് യു മാം. അപ്പോൾ നമുക്ക് ഇത്രയും കുട്ടികളുണ്ട് അല്ലേ ഇവിടെ? ബാക്കി കുറച്ച് കുട്ടികൾക്ക് എക്സാമിൻ്റെ ക്ലാസ്സസ് നടക്കുകയാണ്. അതെ സാർ. അപ്പോൾ നമ്മുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. നമുക്ക് ഈ കുട്ടികളോട് ചില കാര്യങ്ങൾ ചോദിക്കാം. നിങ്ങൾ ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന കുട്ടികളാണോ? അല്ല. ഡ്രഗ്സ് ഒക്കെ യൂസ് ചെയ്യുന്ന, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് വന്ന ആൾക്കാർ പറഞ്ഞാൽ നിങ്ങൾ എന്ത് പറയും അവരോട്? ഉപയോഗിക്കരുതെന്ന് പറയും. എന്താണ് നിങ്ങളുടെ ലഹരി? കല. ആര് കല? പാട്ട്. ഓക്കെ, അപ്പോൾ പാട്ട്, ഡാൻസ്. എന്താ താങ്കൾ ആർട്ടിസ്റ്റ് ആണോ? സിംഗർ. ഓക്കെ, വെരി ഗുഡ്. ഇവിടെ എന്ത് പഠിക്കുന്നു? ഏത് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ഇവിടെ ടൂറിസം പഠിക്കാം. ടൂറിസം ഡിപ്പാർട്ട്മെന്റ്. അപ്പോൾ വന്ന സ്ഥിതിക്ക് നമുക്കൊരു പാട്ടോട് കൂടി അങ്ങ് തുടങ്ങാം അല്ലേ? എന്താ പേരെന്താ? മറിയയുടെ ഒരു പാട്ടോട് കൂടി തുടങ്ങിയാലോ? അപ്പോൾ നമുക്ക് ഗിത്താറിസ്റ്റ് ഉണ്ട്. നമ്മുടെ ഗിത്താറിസ്റ്റെ കൂടെ നമുക്ക് പരിചയപ്പെടുത്താം. എന്താ പേര്? റോഷൻ. എവിടെയാണ് പഠിക്കുന്നത്? ഇവിടെ തന്നെയാണ്. താങ്കൾ? ഡാനിയൽ. ഇവിടെ തന്നെയാണോ പഠിക്കുന്നത്? ടൂറിസം ആണോ? ജേർണലിസം. കമോൺ ബോയ്. അപ്പോൾ നമ്മളുടെ സ്വന്തം ഡിപ്പാർട്ട്മെന്റുകളും എല്ലാവരും ഉണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മളുടെ ലഹരി വിരുദ്ധ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നമ്മളിപ്പോൾ മാർ ഇവാനിയോസ് കോളേജിലാണ് എത്തിയിരിക്കുന്നത്. മാർ ഇവാനിയോസ് കോളേജിലെ മറീൻ ടീമിൻ്റെയും ഒരു ഗംഭീര പാട്ടോടുകൂടി നമുക്ക് തുടങ്ങാം. റെഡി? യെസ്. കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചും കണി കണ്ടേ നിറയേ. മഞ്ഞിൻ കവിൾ ചേരുന്നൊരു പൊൻവെയിലായി മാറാൻ നെഞ്ചും കണി കണ്ടേ നിറയേ. കാണുന്നതിനെല്ലാം മഴവില്ലുള്ളതുപോലെ, ചേലുള്ളവയെല്ലാം വരവാകുന്നതുപോലെ, പുലരൊളിയുടെ കസമണിയണ മലരുകളുടെ രസനടനം, കാറ്റാടിക്കടലും കടലത്തരമതിലും മതിരില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. മാറ്റുള്ളൊരു പെണ്ണും പലനത്തൊളി കണ്ണും കരിയൂഞ്ഞാലാടുന്നേ നിലനാടിരാൻ. മതിയാവില്ലൊരു നാടിലും ഈ നല്ലൊരു നേരം, ഇനിയില്ലതുപോലെ സുഖമറിയുന്നൊരു കാലം. കാറ്റാടിത്തണലും കടലത്തരമതിലും മതിരില്ല മനസ്സുകളുടെ പ്രണയക്കുളിരും. പാട്ടുപാടിയതുപോലെ തന്നെ ഒരു കാറ്റാടിയുണ്ട് അല്ലേ? സന്തോഷമുണ്ട് അല്ലേ? ഇതുപോലൊരു സുഖം, ലഹരിയുടെ സുഖം വേണ്ട അല്ലേ? ഹോസ്റ്റലുള്ള ആരെങ്കിലും ഉണ്ടോ ഇവിടെ? മാർ ഇവാനിയോസ് കോളേജിലെ ഹോസ്റ്റൽ വന്നാട്ടെ. സെന്റ് തോമസ് ഹോസ്റ്റലാണ്. നമ്മളിപ്പോ ഈ ഒരു വലിയ വാർത്തയുമായിട്ടാണ് വന്നത്. ആ വാർത്ത അറിഞ്ഞായിരുന്നോ? എന്തായിരുന്നു ആ വാർത്ത? 2 കിലോ ലഹരി പിടിച്ചു. അവരവിടെ ലഹരിയല്ല, കഞ്ചാവ്. ലഹരി, കഞ്ചാവ് തന്നെ പിടിച്ചു അല്ലേ? ആ ഹോസ്റ്റലെങ്ങാനും തപ്പി എന്തെങ്കിലും കിട്ടുമോ? നമ്മുടെ ഹോസ്റ്റലിൽ ഒരു കുന്തവും കിട്ടത്തില്ല. പിന്നെ അവിടെ ഒളിപ്പിച്ചു വെച്ചേക്കുന്നത് ഹോസ്റ്റൽ അല്ലെങ്കിൽ എവിടെ? ഹോസ്റ്റലിലും ഇല്ല, നമ്മുടെ കോളേജിലും ഇല്ല. വണ്ടർഫുൾ. ലഹരി വിമുക്ത ക്യാമ്പസ് ആണ്. നമ്മുടെ വൈസ് പ്രിൻസിപ്പൾ ഉണ്ടോ ഇവിടെ? എത്തിയിട്ടുണ്ടോ? ഇല്ല, എത്തുന്നേ ഉള്ളൂ. മാഷേ നമസ്കാരം. ഇതൊരു ലഹരി വിരുദ്ധ ക്യാമ്പസ് ആണോ? ഒരു സംശയം ആണോ? മാഷ പേര്? ഡോക്ടർ രതീഷ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? കൊമേഴ്സ് ഡിപ്പാർട്ട്മെന്റ്. യെസ്, ഹായ് മാഷേ. കെമിസ്ട്രി ഡിപ്പാർട്ട്മെന്റ്. ഓക്കെ, ഇതൊരു ലഹരി നമുക്ക് കുട്ടികളുടെ ഒന്ന് സംസാരിച്ചിട്ട് വരാം. അപ്പോൾ ലഹരി മുക്ത ക്യാമ്പസ് ആണ്. ആണോ? ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ആരുമില്ലല്ലോ. നമ്മുടെ ക്യാമ്പയിൻ എന്താണെന്നറിയോ? ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നാണ്. യൂണിയൻ ചെയർപേഴ്സൺ ഏതാ? യെസ്. KSU, SFIO, ABPO?
കേസ് മാർവേനസ് കോളേജ് വന്നിട്ട് KSU അല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാർവേനസ് കോളേജിൽ നിങ്ങളുടെ പഴയ കാലത്തെ കുറേ ചെയർമാൻമാർ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരൊക്കെ ഡൽഹിയിലൊക്കെ വലിയ പത്രപ്രവർത്തകരാണ്. ജയന്ത് ജേക്കബ് അറിയാമോ? ജയന്ത് ജേക്കബ് ഇവിടെ നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ കുറേ അധികം ആൾക്കാരുണ്ട്. MV നികേഷ് കുമാർ, നമ്മുടെ സ്വന്തം MV നികേഷ് കുമാർ ഈ ക്യാമ്പസിൽ നിന്ന് പോയതാ. ജയന്ത് ജേക്കബ് ഈ ക്യാമ്പസിൽ നിന്ന് പോയതാ. നമ്മുടെ KPCCയുടെ ട്രാൻസ്ലേറ്റർ ഉണ്ടല്ലോ നമ്മുടെ കെ മുരളീധരൻ, ജ്യോതി ഇവിടെ നിന്ന് പഠിച്ചു പോയതാ. ജനറൽ സെക്രട്ടറി ആയിരുന്നു ജ്യോതി. അതെ, ജ്യോതി ജനറൽ സെക്രട്ടറി ആയിരുന്നു. അപ്പം നല്ല രാഷ്ട്രീയ പാരമ്പര്യമുള്ള ക്യാമ്പസാണ്. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ എക്കണോമിക്സ്. പേര്? അനീന ജോർജ്. എക്കണോമിക്സ് BA or MA? BA. ഏത് ഇയർ? ഫൈനൽ ഇയർ, തേർഡ് ഇയർ. ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി പറയുമോ ഇപ്പൊ ചോദിച്ചാ? ഡിമിനിഷിംഗ് മാർജിൻ പറയും. അങ്ങനെ ഡിമിനിഷിംഗ് മാർജിൻ യൂട്ടിലിറ്റി ഇല്ലാത്തൊരു സാധനമാണ് യഥാർത്ഥത്തിൽ ഈ കഞ്ചാവ് എന്ന് പറയുന്നത്. ഉപയോഗിച്ച് തുടങ്ങിയ ആത്മഹത്യ, കൊലപാതകം, അതല്ലെങ്കിൽ ജീവിതം പോക്കാണ് എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. അപ്പോൾ എങ്ങനെയാണ് നിങ്ങളുടെ ഈ ക്യാമ്പസിൽ എന്താണ് എല്ലാവരുടെയും ഒരു ലഹരി? ഇവിടെ മാർവേനസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാ മേഖലയിലുള്ള വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. കലാ, കായികം, എല്ലാ കാര്യങ്ങളിലും തിരുവനന്തപുരത്ത് തന്നെ ഏറ്റവും മികച്ച കലാലയമായിട്ട് ഇവാനിയോസ് നിൽക്കുന്നതിൻ്റെ കാരണം ഇവാനിയോസിന് ലഹരി അതായതുകൊണ്ട് മാത്രമാണ്. ഇവാനിയോസിലെ വിദ്യാർത്ഥികളെ ഏറ്റവും വലിയ ലഹരിയാക്കി മാറ്റുന്നതും അവരുടെ പഠനവും അവരുടെ കലാമേഖലയിലും അതുപോലെ തന്നെ ഇപ്പോൾ കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന കലോത്സവങ്ങളിൽ പോലും ഒന്നാം സ്ഥാനത്ത് വെക്കുന്ന ഞങ്ങളുടെ കലാലയമാണ്. അതുപോലെ ഈ കഴിഞ്ഞ ദിവസം നടന്ന നാഷണൽസിലാണെങ്കിൽ പോലും കേരള യൂണിവേഴ്സിറ്റി കപ്പടിച്ചപ്പം അതിൽ കൂടുതൽ പങ്കാളിത്തവും ഞങ്ങളുടെ കോളേജിലെ വിദ്യാർത്ഥികൾ തന്നെയായിരുന്നു. അപ്പൊ നമ്മുടെ ലഹരിയും വേണ്ട, ലഹളയും വേണ്ട എന്നുള്ളതാണ്. വ്യത്യാസമില്ല കേട്ടോ, രണ്ടുപേരും. SFI ഉണ്ട്. SFI ആൾക്കാരുണ്ടോ? SFI, KSU, ABP ഇല്ലേ? ABP ഇല്ല. SFI ആണോ നമ്മുടെ ക്യാമ്പസിനെ ലഹരി മുക്തമാക്കുന്നത്? അതെ, ക്യാമ്പസിനെ ലഹരിമുക്തമാക്കുന്നത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടുത്തെ കലയുടെ സ്പിരിറ്റ് തന്നെയാണ്. ഞാനൊരു മ്യൂസീഷ്യനാണ്, കലാകാരനാണ്. ഈ നാഷണൽസിന് ഞാനും പാർട്ടിസിപ്പേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ ആ ഒരു സ്പിരിറ്റ് തന്നെയാണ് ഈ ഇവാനിയോസിനെ വളർത്തിക്കൊണ്ട് പോരുന്നത്. അവിടെ മറ്റൊരു ലഹരിക്കും സ്ഥാനമില്ല എന്ന് തന്നെ പറയേണ്ടി വരും. നിങ്ങളുടെ അടുത്ത് ഒരാൾ ലഹരി വിൽപ്പനയ്ക്ക് സമീപിച്ചാൽ ഒരു ലഹരിയുമായിട്ട് വരിക, അപ്പോൾ പല സ്ഥലങ്ങളിലെ പല സാധനങ്ങളുടെ പേരുകളുണ്ടല്ലോ. എന്താ സാധാരണ പറയപ്പെടുന്ന പേരുകൾ അറിയാമോ? MDMA, ഹാൻസ്, ശംഭു, സ്കൂൾ കുട്ടികളാണ് കൂടുതൽ ഇവിടെ അതില്ല. അപ്പൊ ഇങ്ങനെയുള്ള സാധനങ്ങളുമായിട്ട് വരുന്നു. അപ്പൊ കൂള് തരാം, കൂളാവണ്ടേ എന്ന് ചോദിക്കും. അപ്പൊ എന്ത് മറുപടി പറയും? നമുക്കൊരു ഉറപ്പുണ്ടല്ലോ നമ്മൾ ഉപയോഗിക്കില്ല എന്ന്. അപ്പം പറയേണ്ടടുത്ത് നോ എന്ന് നമുക്ക് തറപ്പിച്ച് പറയാൻ പറ്റും. പറയുക മാത്രമേ ഉള്ളൂ, വേണ്ടപ്പെട്ട അധികാരികളെ അറിയിക്കും. അറിയിക്കും. നമ്മൾ ഒരുമിച്ച് നിന്നൊരു പോരാട്ടത്തിലാണ്. തീർച്ചയായും. ഏത് ഡിപ്പാർട്ട്മെന്റ്? ഞാൻ ജേർണലിസം ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ജേർണലിസം ഡിപ്പാർട്ട്മെന്റിൽ പ്രത്യേകിച്ച് കൂടുതൽ ഉത്തരവാദിത്തമുണ്ട്. അതെ, തീർച്ചയായും. വളരെ ബോൾഡായിട്ട് ഇനിഷ്യേറ്റീവ് എടുക്കും. വൈസ് ചെയർപേഴ്സൺ ആണ്. അതെ. എന്താ പേര്? ദേവിക. ഓക്കെ. അപ്പൊ ദേവിക, അപ്പൊ മൊത്തം വനിതകളാണോ? വെരി ഗുഡ്. വനിതകളാവണം എന്നുള്ളതാണ് അല്ലേ? 33% സംവരണം പോരാ, ഇവിടെ 100% സംവരണം വരണം. വെരി ഗുഡ്. അപ്പോൾ ഗുഡ്. അപ്പോൾ സോ നമ്മുടെ ക്യാമ്പയിൻ്റെ ഒരു പ്രതിജ്ഞ നമുക്ക് ചൊല്ലിയാലോ? റെഡി അല്ലേ? ഓക്കെ. അപ്പോൾ മാറിവാനീസിലെ ചുണക്കുട്ടികൾ, നമ്മുടെ ചെയർപേഴ്സൺ അടക്കം, വൈസ് ചെയർപേഴ്സൺ അടക്കം ഉണ്ട്, നമ്മുടെ അധ്യാപകർ ഒരു ഭാഗത്തുണ്ട്. നമ്മളെല്ലാവരും ചേർന്ന് ഒരുമിച്ച് നിന്നുകൊണ്ട് ഒരു ലഹരി വിരുദ്ധ പ്രതിജ്ഞ എടുക്കുന്നു. നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്ത് തുടങ്ങുന്ന സമയത്ത് തന്നെ നമുക്ക് കിട്ടിയ ഞെട്ടിപ്പിക്കുന്ന വാർത്ത, കേരളത്തിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോളിടെക്നിക് കോളേജിൻ്റെ ഹോസ്റ്റലിൽ നിന്ന് 2 കിലോ കഞ്ചാവ് പിടിച്ചെടുത്തു എന്ന വാർത്തയാണ്. അതിലെ വിദ്യാർത്ഥികളും ഇപ്പോൾ പരസ്പര ആരോപണങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അത് KSU ആണ്, SFI ആണ്, പോലീസ് കൊണ്ടിട്ടതാണ് എന്ന ആരോപണം ഉന്നയിക്കുന്നുണ്ട്. പോലീസിന് എന്തായാലും ഹോസ്റ്റലിൽ കൊണ്ട് കഞ്ചാവിടലല്ലോ പരിപാടി, അത് അവിടെ നിന്ന് പൊക്കിയതാണെന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. എന്തായാലും അത് ആരുടെ റൂമിൽ നിന്നാണ്, അവരുടെയൊക്കെ ബന്ധങ്ങൾ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇനി വരും ദിവസങ്ങളിൽ വ്യക്തമാവട്ടെ. അപ്പോൾ നമ്മൾ പ്രതിജ്ഞയ്ക്ക് പോകുന്നു. റെഡിയല്ലേ? റെഡി? ഓക്കെ, ഫൈൻ. അപ്പോൾ സോ പ്രതിജ്ഞ നമ്മൾ ഇങ്ങനെ തുടങ്ങുന്നു. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമ്മളുടെ ഇന്നത്തെ യാത്ര ഇവിടെ മാറിവാനീസ് കോളേജിൽ അവസാനിക്കുകയാണ്. ഈ പ്രതിജ്ഞയോടുകൂടി നമ്മൾ തുടങ്ങാം. റെഡി? ഓക്കെ. മയക്കുമരുന്ന്, മദ്യം, പുകയില, പാൻ മസാല തുടങ്ങിയ ലഹരി പദാർത്ഥങ്ങൾ വ്യക്തികളെയും കുടുംബാംഗങ്ങളെയും ആരോഗ്യപരമായും സാമ്പത്തികമായും സാമൂഹികമായും സാംസ്കാരികമായും നശിപ്പിക്കുന്ന സാമൂഹ്യ വിപത്താണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഞാൻ ഏതെങ്കിലും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുകയോ അതുപയോഗിക്കുവാൻ മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയോ ചെയ്യുകയില്ല എന്നും ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് എന്റേതായ കടമ നിറവേറ്റുമെന്നും ലഹരിമുക്ത സമൂഹത്തിനായി പ്രയത്നിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു. ആ പ്രതിജ്ഞ കേരളം മുഴുവൻ ഏറ്റുചൊല്ലട്ടെ. റെഡി?
Agreed? Okay, thank you. വൈബുള്ള കുട്ടികളാണ്. അപ്പോൾ വൈബുള്ള കുട്ടികളുമായിട്ട് നമുക്ക് ഇനി മറ്റൊരു അവസരത്തിൽ കൂടുതൽ അധിക സമയം നമുക്ക് ചെലവഴിക്കാം. അപ്പോൾ താങ്ക്സ് ടീച്ചേഴ്സ്, താങ്ക് യു ചെയർപേഴ്സൺ, താങ്ക് യു വൈസ് ചെയർപേഴ്സൺ, താങ്ക് യു ഓൾ SFI, KSU, ഓൾ നോൺ പൊളിറ്റിക്കൽ എല്ലാവർക്കും താങ്ക് യു അഭിലാഷ് സാറേ, താങ്ക് യു രതീഷ് മാഷ്. ഓക്കെ, അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്കൊരു കലാപരിപാടി ഉണ്ടെന്ന് ഇവിടെ ആരോ പറയുന്നത് കേട്ടു. നമുക്കൊരു ഒരു 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 പാട്ടോട് കൂടി നമ്മൾ ഇവിടുത്തെ ഹായ് 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 ഹായ്. Hope you remember me. Yeah, I do remember you. Batchmate ആണ് അഞ്ച കോളേജിലായിരുന്നു. പേരെന്തായിരുന്നു? റെനി. My name is Reni. ഓ റെനി. ഓക്കെ, അഞ്ചലാണ് അല്ലേ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു റെനി? Now I am English department ആണ്. റെനി അവിടെ ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു? അവിടെ പ്രീ ഡിഗ്രി. നമ്മൾ സെയിം ബാച്ച്. ഇവ പൊളിറ്റിക്സ് അല്ലേ? ഞാൻ ഇപ്പോൾ പൊളിറ്റിക്കൽ സയൻസ്, നമ്മൾ അന്ന് പ്രീ ഡിഗ്രി സയൻസ് ബാച്ച്. സയൻസ് ബാച്ച്, yes. Okay, so 1999. That's good. Another interesting thing. It's so nice that you came to the campus. Yeah. And I definitely appreciate the reporter channel for taking up such a mission. Yeah. Because ഇതൊരു സീരിയസ് തിങ് ആണല്ലോ. അപ്പം നിങ്ങൾ വളരെ കാര്യമായി ഇത് എടുത്തതിനും മാറിവാൻസ് കോളേജിൽ ഞങ്ങളെ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യാൻ വന്നതിനും ഒക്കെ ഒത്തിരി നന്ദിയുണ്ട്. Thank you. നമ്മുടെ സുജാ മലഞ്ചേരി മാഡം ഒക്കെ ഇവിടുന്ന് പോയോ? സുജ was not here. സുജ മാം ഇവിടെ അല്ലായിരുന്നു. അഞ്ചലായിരുന്നു. അഞ്ചലായിരുന്നു. Okay, wonderful. Okay, thank you for Rani. You are the vice principal here. Yeah, I am the vice principal handling student affairs. Okay, wonderful. That's good. So, നല്ല കുട്ടികൾ, വൈബുള്ള കുട്ടികൾ and the same vibe. ആണോ? ഓ, അത് ശരി. That is That chairperson, vice chairperson. we are full of vibes. That is why we are very famous and this is one of the prestigious institution throughout Kerala because നമ്മുടെ കുട്ടികളാണ് നമ്മുടെ strength. കുട്ടികൾ നമ്മളോടൊപ്പം ചേർന്ന് നിന്നാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഏറ്റവും വലിയ ശക്തി. Yes. ഹായ്, ഇത് 5 വയസ്സുള്ള ഒരു കുട്ടിയാണ്. ഇദ്ദേഹം ഒരു നല്ല സിംഗറാണ്. ഒരു പാട്ടും കൂടി നമുക്ക് ഇവർക്ക് ചേച്ചിമാർക്ക് പാടി കേൾപ്പിച്ചു കൊടുത്താലോ? റെഡിയാണോ? ഓക്കെ then come on. Ready? Yes. Let's go. കേട്ടോളൂ, ഒച്ചത്തിൽ പാടണം. കളവാണി ചൊല്ലമ്മിണി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൻ പൂവോ പെൺപൂവോ ആൺപൂവാണേ അമ്പലപ്പുഴ ഉണ്ണിക്കണ്ണന് പൂജയ്ക്ക് പെൺപൂവാണേ ആഹാ മറ്റൊരു കാവണ്ണനു മാലയ്ക്ക് കല്യാണി കളവാണി ചൊല്ലമ്മിണി ചൊല്ല് വെള്ളിത്താഴ്വര പൂത്തിറങ്ങിയതാൻ പൂവോ പെൺപൂവോ. ഓക്കെ, പ്രിയപ്പെട്ട പ്രേക്ഷകരെ, പൂക്കുന്ന പൂവുകൾ ഈ വെൺപൂവൊക്കെ ആവട്ടെ, കഞ്ചാവ് പൂക്കാതിരുന്നാൽ മതി എന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് ഹോസ്റ്റലുകളിലും കോളേജുകളിലും നല്ല യുവത്വമാണ്, ആകാശങ്ങളിലേക്ക് പോകണം. നമ്മളിന്ന് പറഞ്ഞു തുടങ്ങിയത് നിങ്ങൾക്ക് പറക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഓടാൻ കഴിയണം, നിങ്ങൾക്ക് ഓടാൻ കഴിയില്ലെങ്കിൽ നടക്കാൻ കഴിയണം, നടക്കാൻ കഴിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഴയാൻ കഴിയണം. എന്ത് തന്നെയാണെങ്കിലും മുന്നോട്ട് തന്നെ ആവണം. അതിന് ലഹരി നിങ്ങളെ തിരിച്ചു പിടിക്കാതിരിക്കട്ടെ എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് നമ്മൾ മാറിവാനിയോസ് കോളേജിൽ നിന്നും സൈൻ ഓഫ് ചെയ്യുന്നു. ഇനി വാർത്തകൾക്ക് ചൂട് പിടിക്കുന്ന നേരം ബ്രേക്കിംഗ് ന്യൂസുമായി സുജയ പാർവതി ചേരും പ്രേക്ഷകർക്കൊപ്പം. സോ വിഷ് യു ഗുഡ് ലക്ക് ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ. ബൈ.